നമ്മളോടൊപ്പം ശ്രീ കാഭ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ കാഭ സുരേന്ദ്രൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് എത്തിച്ചേരുകയാണ്. 9 മണിയോടുകൂടി താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന്റെ സന്ദർശനം ഒരു വീട്ടിലേക്കുള്ള വരവ് കൂടിയായിട്ട് കണക്കാക്കാവുന്നതാണ്. കാരണം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി സൃഷ്ടിക്കപ്പെട്ടത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖയിലൂടെയാണ്. അദ്ദേഹം അതിലൂടെ വളർന്ന് ഒരു സാധാരണ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവിതം നയിച്ച് അതിലൂടെ വളർന്നു വരികയും ക്രമേണ സംഘത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകൻ പ്രചാരകനായി മാറുകയും അതിലൂടെ തന്നെ മുഴുവൻ സമയ സാമൂഹിക ദേശീയ പ്രവർത്തകനായി പരിണമിക്കുകയും ചെയ്തു. ആ പരിണാമത്തിന്റെ ഒരു അവസാന ഫേസാണ് ഈ പ്രധാനമന്ത്രി പദം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു വലിയ വടവൃക്ഷം പോലെ വളർന്നു നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ വേര്, ആ വേരിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ നാഗ്പൂർ യാത്ര എന്ന് കണക്കാക്കാവുന്നതാണ്. ആ യാത്രയുടെ അത് വെറുതെ ഒരു ചടങ്ങ് മാത്രമല്ല. അതിലൂടെ രണ്ട് കാര്യമാണല്ലോ അവിടെ, 2-3 കാര്യങ്ങളാണല്ലോ അവിടെ നടക്കുന്നത്. സംഘസ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ സ്മൃതി മന്ദിരം സന്ദർശിക്കുന്നു, പുഷ്പാർച്ചന നടത്തുന്നു. സംഘത്തിലെ ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ ഒരാൾക്ക് മാത്രമേ സ്മൃതി കുടീരമുള്ളൂ, അത് സംഘസ്ഥാപകന് മാത്രമാണ്. പക്ഷെ അത് ആരാധ്യമല്ല. ആരാധ്യ വസ്തു അഥവാ ആരാധ്യ ദേവത ഭാരതമാതാവാണ്. അവിടെ അതുപോലെ തന്നെ RSSനെ ഭാരതമെമ്പാടും വിപുലപ്പെടുത്തിയ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന ഗുരുജിയുടെ ആ പേരിലുള്ള ആ നേത്രാലയ, അതിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പറഞ്ഞു എന്നാൽ ഒന്ന് വേരിലേക്കുള്ള ഒരു വരവാണ്, കുടുംബത്തിലേക്കുള്ള യാത്രയാണ്. സ്വത്വം അദ്ദേഹത്തിന്റെ ഒരു പുനർജനിയുടെ, അദ്ദേഹം സ്വയംസേവകനായി ആദ്യം ജനിച്ചു, പിന്നീട് സംഘത്തിന്റെ സ്വയംസേവകനായി പരിണമിച്ചതിന്റെ മൂലം ത്തിലേക്കുള്ള ഒരു യാത്ര, മൂലം തേടിയുള്ള, വേര് തേടിയുള്ള ഒരു യാത്രയാണ്. അതിലൂടെ അതൊരു സന്ദേശവും കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ യാത്ര ആണല്ലോ, വെറുതെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ യാത്രയല്ല, അതൊരു സന്ദേശവും കൂടിയാണ്. സംഘപ്രവർത്തനത്തിലൂടെ അഥവാ ശാഖയിലൂടെ ഏത് തരത്തിലും അജ്ഞാതമായി കിടക്കുന്ന വ്യക്തികളെ അവരുടെ വ്യക്തിത്വത്തിന്റെ പരിപൂർണതയിലെത്തിച്ച് രാഷ്ട്രത്തിന് അനുഗുണമായ ഒരു മണിമുത്തായി പരിണമിപ്പിക്കാൻ കഴിയും. കുപ്പയിലെ മാണിക്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ പരിണമിപ്പിക്കാൻ കഴിയും. ഏത് അജ്ഞാതമോ അല്ലെങ്കിൽ അലക്ഷ്യമോ ആയി കിടക്കുന്ന മുത്തിനെയും പവിഴമാക്കി മാറ്റി അതിനെ ഏറ്റവും രാഷ്ട്രത്തിന് ഗുണകരമായ വ്യക്തിത്വമാക്കി പരിണമിപ്പിക്കാൻ കഴിയും സംഘത്തിന്റെ ശാഖയ്ക്ക്. അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. RSS തുടങ്ങിയതിന്റെ 100ാം വർഷം ആണല്ലോ ഈ വർഷം. അപ്പൊ ഈ ശതാബ്ദിയുടെ ഭാഗമായി ഇത്തരം ഒരു വ്യക്തിയല്ല, ഒരു പ്രധാനമന്ത്രിയല്ല, ഒരു മോദിയല്ല, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്വയംസേവകർ, ജ്ഞാതരും അജ്ഞാതരുമായ ഒരു രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നാനാഭാഗങ്ങളിൽ ഇതേപോലെ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനം, സാമൂഹിക ധാർമ്മിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതീകവും കൂടിയാണ് പ്രധാനമന്ത്രി മോദി. അദ്ദേഹത്തിന്റെ യാത്ര എന്നുള്ളത് ഈ മുഴുവൻ സ്വയംസേവകർക്കും, വിശിഷ്യ ആ സ്വയംസേവകരെ സൃഷ്ടിച്ച ഹിന്ദുത്വത്തിനും ആ ഹിന്ദുത്വത്തിന്റെ വിളനിലമായ ഭാരതത്തിനും ഒക്കെ ഒരു അഭിമാന മുഹൂർത്തമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സംഘത്തെ സംബന്ധിച്ച് അത് ഒരു സ്വയംസേവകന്റെ വീട്ടിലേക്കുള്ള ഒരു വരവായിട്ടാണ് കണക്കാക്കുന്നത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് തന്റെ വേരിലേക്കുള്ള ഒരു തീർത്ഥാടനമായിട്ടാണ് കണക്കാക്കാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ കാഭ സുരേന്ദ്രൻ.